മഴയൊക്കെ മാറി ഒന്ന് വെയിലായതുകൊണ്ട് തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ അത് ഇഷ്ടം പോലെ കൊടംപുളി ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാന്ന് വിചാരിച്ച്. ഇത് അവിടെ കണ്ടില്ല, ഇഷ്ടം പോലെ കൊടംപുളി ഉണ്ട്. 2 ദിവസത്തെ കൊടംപുളി ആട്ടത്. നമ്മൾ 2 ദിവസമായി നല്ല മഴ ആയിട്ട് കൊടംപുളി പെറുക്കിയിട്ടില്ല. കണ്ടല്ലേ, നല്ല വലിയ കൊടംപുളി. ഇതല്ല റൗണ്ട് കൊടംപുളിയാണ്. നമ്മുടെ ഫാമിൽ 2 തരം കൊടംപുളി ഉണ്ട്. നീളം കൊടംപുളി ഉണ്ട്, ഇതുപോലെ ഉരുണ്ട കൊടംപുളി ഉണ്ട്. ഇത് നല്ല ഉരുണ്ട കൊടംപുളിയാണ്. ഇതാ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതുകൊണ്ട്. പിന്നെ ഇതൊക്കെ ചെറുതാണ്. ഈ ചെറുതൊക്കെ നല്ല മൂത്തതാണ്. ഈ കൊടംപുളി ചിലത് മാത്രം ഇത്ര വലുപ്പം വെക്കുള്ളൂ, ചിലത് കണ്ടില്ല ഒരു മീഡിയം വലുപ്പം ഉണ്ട്. അങ്ങനെ പല വലുപ്പത്തിലുണ്ട്. പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ ഒക്കെ മൂത്ത് കഴിഞ്ഞാൽ എല്ലാം ഇതുപോലെ പഴുത്ത് വരും. കുറച്ച് പച്ചയും വീണിട്ടുണ്ട് കേട്ടോ. കാറ്റടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പച്ച വീഴുന്നത്. ഇങ്ങനെ പച്ച വീഴാറില്ല, നല്ല പഴുത്ത് മാത്രം. ചെറുതാണെങ്കിൽ പോലും പഴുത്തിട്ടാ വീഴുക. ഇത് കണ്ടില്ല, ഇത് കാറ്റിന് വീണതുകൊണ്ടാണ്. പക്ഷെ പച്ചയായി നല്ല മൂപ്പായ പച്ചയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, പഴുത്തത് വീണിട്ട് 2 ദിവസം മുന്നേ വീണതാണ്. ദിവസം പെറുക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ അലിത്തു പോകും. എന്നാലും ഇതൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാം. കുടംപുളി അങ്ങനെ കേടായി വരുന്നില്ല. ചെറിയൊരു പൂപ്പിൽ വന്നാലൊക്കെ ഉണക്കി കഴിഞ്ഞാൽ അതിന്റെ പൂപ്പിലൊക്കെ പോകുന്നത്. അതൊക്കെ പഴുത്തത് വീണ സമയത്ത് പൊട്ടിയതാണ്. ഇഷ്ടം പോലെ കുടംപുളി ഉണ്ട്. നമ്മളൊരു ദിവസവും വന്ന് പെറുക്കലാണ്. അപ്പൊ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ ഉണക്കിയെടുക്കാൻ ചെയ്യുന്നത്. ഇന്നലെ എന്താ 2 ദിവസം നല്ല മഴ ആയതുകൊണ്ട്, മഴയും കാറ്റായതുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു പെറുക്കാൻ. അപ്പൊ ഇന്നൊരു ഗ്യാപ്പ് വന്നപ്പം ഇതൊക്കെ പെറുക്കിയെടുക്കാണ്. ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ ഇതുപോലെ അലിത്തു പോകും. അപ്പൊ എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒന്ന് കഴുകിയെടുത്താൽ എല്ലാം ഉണക്കിയെടുക്കുന്നുണ്ടല്ലേ. ഇതൊരു മീഡിയനാണ്. ഇതിൽ തന്നെ കണ്ടില്ല, ചെറുതുണ്ട്. ഇതൊക്കെ ഇത്ര ചെറുതൊക്കെ മൂത്ത് വരുന്നുണ്ട്. അത് ഈ കുടംപുളിയുടെ ഈ പ്രത്യേകത അങ്ങനെയാണ്. ചെറുതും ഉണ്ടാവും, ചിലത് നല്ല വലുതും വരുന്നുണ്ട്. നമുക്ക് ഇപ്പൊക്കെ കറിയിലിടാൻ ഇതുപോലത്തെ പച്ച ഇട്ടാൽ നല്ല ടേസ്റ്റ്. കറി വെക്കുന്നതിലൊക്കെ ഇതുപോലത്തെ പച്ച ഇടാം. ഇതാ നമ്മൾ കാപ്പിച്ചെടീന്റെ ഉള്ളിലായിട്ടാണ് ഈ മരം കാണാത്തത്. ഇതാണ് കേട്ടോ മരം. അത്യാവശ്യം വലിയ കുടംപുളിയുടെ മരമാണ്. ഇതുപോലെ തന്നെ നമ്മൾ ബഡ് തൈ ഉണ്ട് കേട്ടോ. ബഡ് തൈ ഉണ്ട്, അത് ചെറിയ മരമാണ്. അതിലും ഇഷ്ടംപോലെ കായ്കളുണ്ട്. പക്ഷെ അത് പഴുത്തതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പച്ചയുള്ളൂ, ഇനി ആവണം. ബഡ് പിന്നെ ഓൾ സീസൺ ആയിട്ട് ഫുൾ ടൈം ഉണ്ടാവുന്ന കുടംപുളിയാണ്. ഇത് നാടൻ കുടംപുളിയാണ്. അത്യാവശ്യം വലിയ മരമാണ്. ഇതുപോലെ തന്നെ ഒരു വലിയ മരമാണ് നമ്മൾ നീളം കുടംപുളിക്കുള്ളത്. അപ്പൊ അതിലും ആയി വരുന്നതേ ഉള്ളൂ. അതൊക്കെ പെറുക്കിയെടുത്ത് ഇനി പെട്ടെന്ന് തന്നെ ഇനി കഴുകിയെടുക്കണം. ആദ്യം കൊണ്ടുപോയിട്ട് ഇതൊക്കെ മണ്ണുണ്ട്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് ഒന്ന് കഴുകിയിട്ട് വേണം. നമ്മൾ ഉണക്കുന്നതിന് മുന്നേ ആദ്യം ഒന്ന് കഴുകി വെച്ചാലേ പിന്നെ കഴുകാൻ ബുദ്ധിമുട്ട്. അപ്പം അതാ ഇത്രയും ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ദിവസവും പെറുക്കുന്നതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ 2 ദിവസത്താണ് ഇപ്പൊ ഈ കിട്ടിയിട്ടുള്ളത്. അപ്പൊ കുറച്ചാകുമ്പോൾ നമുക്ക് ഉണക്കി എടുക്കാനും എളുപ്പമാണ്. കൂടുതലൊന്നും വേണം. അപ്പൊ നമ്മൾ പറിക്കുന്നില്ല കുടംപുളി, പക്ഷെ താഴെ വീഴുന്നത് മാത്രം ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു വെക്കുക എടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തോട്ടത്തിന്റെ അടിഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക. ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ട് തോട്ടം കാണുമ്പോൾ. അത്രയും ഇലകളും കമ്പൊക്കെ വീണിട്ട് അത്രയും കാറ്റ്, ഞാൻ പറഞ്ഞില്ല, കാറ്റ് അത്രയായിരുന്നു. ശരിക്കും ഒരു യുദ്ധമൊക്കെ അവസാനിച്ചതിന് ശേഷം തോട്ടത്തില് നമ്മളെ സ്ഥലത്തോട്ട് വരുന്ന പോലെ ഉണ്ട്. ഇപ്പൊ ഇന്ന് തോട്ടത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. എല്ലാം പൊട്ടി വീണിട്ടുണ്ട്. അതൊരു തലയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് വരണനി. അപ്പൊ ഒന്ന് വെയിൽ വരുമോ നോക്കട്ടെ. വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കഴിയുള്ളൂ. ചെറിയൊരു വെയിൽ കിട്ടണം, ഈ മഴയ്ക്ക് ചോർച്ച കിട്ടണം. എന്നാൽ മാത്രമേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, ഇതുപോലെ ജാതിക്ക് ഇതൊക്കെ നമുക്ക് അങ്ങനെ വെയിലൊക്കെ വരും, അല്ല മഴയൊക്കെ മാറുന്നൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഒക്കെ ചീഞ്ഞിട്ടും കേടായിട്ടൊക്കെ പോകും. അതൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് ഇന്നലെ നമ്മൾ തേങ്ങ പെറുക്കിയെടുത്തു. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്. അപ്പൊ കാലാവസ്ഥയിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച ഫുള്ളിന് തോട്ടത്തിലെ പണികൾ തന്നെ ഉണ്ടാവും. തോട്ടത്തിലെ പണികൾ തന്നെ, തോട്ടം ക്ലീൻ ചെയ്യുന്ന പണികൾ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പോഴത്തേക്ക് ചെണ്ടുമല്ലിയുടെ അവസ്ഥ, അതിന് വളം കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ചെണ്ടുമല്ലി ഇപ്പൊ നട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു. അതിന് വളം കൊടുക്കാൻ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പം മഴ കുറവുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. നമുക്ക് ഇന്നിപ്പം വേഗം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് മുറിച്ചിട്ട് ഉണക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മളെ കുടംപുളി ഇതാ നല്ലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചിടണം. അതായത് ഈ ബേസിനിലേക്ക് നമുക്ക് മുറിച്ചിടാം. ഇതിന് കുരുവിടാം. അപ്പൊ ആദ്യം തന്നെ വലുത് മുറിക്കാം. ആദ്യേ ഈ കുരു കഴിക്കാൻ നല്ല ടേസ്റ്റാ. നമ്മുടെ മാംഗോസ്റ്റിൻ കഴിക്കുന്നതല്ല, പുളി മധുര. അപ്പം ചെറുതിലും നമുക്ക് അത്ര അതിന്റെ കുരു കിട്ടൂല. വലുതത്തെ എന്തായാലും കഴിക്കാം. ആദ്യമൊക്കെ ഉമ്മയൊക്കെ ഇതിങ്ങനെ മുറിക്കുമ്പോൾ ഇതിങ്ങനെ കാത്തുകയും ഇതിന് വേണ്ടിയിട്ട്. അതൊന്നും മാംഗോസ്റ്റിൻ അങ്ങനെ ഇല്ല നമ്മുടെ ഫാമിലൊന്നും. ഇപ്പൊ മാംഗോസ്റ്റിൻ വന്നപ്പോൾ അത് രണ്ടും സെയിം ഏകദേശം കുരുകളുണ്ട്. ഇങ്ങനെ തന്നെ നമ്മൾ വെക്കുന്നത്. ഇനി മുറിക്കുന്നില്ല, നടു പൊളിച്ചിട്ട് ഇങ്ങനെ വെക്കാം. ഇതൊന്നും പിന്നെ ചെത്തിയേണ്ടി വന്നിട്ടില്ല. ഒരു മാത്രം ഒന്ന് കളഞ്ഞിട്ട് ഇതങ്ങനെ മുറിഞ്ഞു പോയതുകൊണ്ട് അങ്ങനെ പൊളിച്ചു. ഈ വലുത് വേണമെങ്കിൽ ഉണങ്ങി കിട്ടാൻ വേണ്ടി ഇതാ ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് ചെറുതാക്കട്ടോ. ഈ ഉൾഭാഗം കറക്റ്റ് ഉണങ്ങി കിട്ടും. നല്ല ഉറപ്പുണ്ട് കേട്ടോ ഇതിന്. ഇത് നല്ല തൊണ്ട് കട്ടിയുള്ളതാണ് അത്യാവശ്യം. മറ്റേ നമ്മളെ നീളത്തിന് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും.
ഈ കൊടുമ്പുളിയെ പറ്റിയ ചെറിയൊരു കോമഡി ഉണ്ട്. ഞാൻ പഠിച്ചത് HIUP സ്കൂളിലായിരുന്നു. അങ്ങനെ 7ാം ക്ലാസ് വരെ പഠിച്ച HIUPയിലായിരുന്നു. അപ്പൊ അവിടെ സ്കൂളിന്റെ മുന്നിൽ തന്നെ നല്ല വലിയൊരു കൊടുമ്പുളിയുടെ മരം ഉണ്ട്. അന്നൊന്നും നമ്മളെ വീട്ടിൽ കൊടുമ്പുളി അങ്ങനെ ആയിട്ടില്ല. അപ്പം ഇന്റർവെൽ സമയത്ത് നമ്മൾ ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഇതിന്റെ ഒരു വട്ടം കഴിച്ചുകൊണ്ട് ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് ഇന്റർവെൽ സമയത്ത് വേഗം ഓടിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ ഇത് അങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് അത് എടുത്തിട്ട് നമ്മുടെ ഒരു ബക്കറ്റ് ഉണ്ടായി കൊണ്ടുവെക്കണം, ആരും വീട്ടിൽ കൊണ്ടുവരുന്നു പറയാറുണ്ട്. അപ്പൊ ഞാനെന്ത് ചെയ്യും, വേഗം എല്ലാവരും എത്തുന്നതിന് മുന്നേ ഓടി എത്തിയിട്ട് 1-2 എടുത്ത് പോക്കറ്റിലിട്ടിട്ട് ഇത് വീട്ടിൽ കൊടുത്തിട്ടാ കഴിക്കുക. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ യൂണിഫോമിൽ നല്ല കറ വന്നിട്ടുണ്ട്. അങ്ങനെ ഉമ്മ ഇത് അലക്കുന്ന സമയത്ത് ഇത് എന്താണെന്ന് അറിയപ്പോൾ ഞാൻ ഉമ്മയോട് പറയില്ല, ഇവിടെ കൊടുത്തിട്ട് പിന്നെ കുടമ്പുളി നമ്മൾ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കുരു എടുത്തിട്ട് നമ്മൾ ഇത് സംഭവം ഇത് കളയാ ചെയ്യാറ്. അങ്ങനെ ഉമ്മ ഒരു ദിവസം പൊക്കി വീട്ടിൽ നിന്ന് ഇങ്ങനെ കറ കണ്ടപ്പോൾ. അപ്പൊ അങ്ങനെ കുറെ കോമഡി ചെയ്ത് ഈ കുടമ്പുളിയുടെ ഉള്ളിലത്തെ കുരു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. ഇതിന്റെ ഒരു ടേസ്റ്റ് കൊണ്ടാണ് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് ഈ കളഞ്ഞ കുടമ്പുളിയൊക്കെ വീട്ടിൽ കൊടുത്താൽ കുടമ്പുളിയായിട്ടെങ്കിലും ഉപയോഗിക്കുന്നത്, അതും ഉപയോഗിച്ചില്ല. അതൊക്കെ വീട്ടിലെത്തുമ്പോൾ എടുത്ത് കളയുകയും ചെയ്യും. പിന്നെ ഇതാ നമ്മൾ ഇതിനുപയോഗിക്കുന്ന കത്തി ഇതാ നല്ല കറ വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീലിന്റെ അങ്ങനത്തെ പാത്രത്തിലൊന്നും ഇട്ടിട്ട് ഉണക്കുമ്പോഴൊന്നും ഇട്ട് വെക്കരുത്, ഇടാനായിട്ടൊക്കെ. ഇതങ്ങനെ കറ വരും. ഇത് നമ്മൾ പിന്നെ എണ്ണ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതാക്കി കളഞ്ഞാൽ പോവും. ഇപ്പൊ കത്തിയിലൊക്കെ പെട്ടെന്ന് കറ വരും. അതൊന്നും ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ എടുക്കുമ്പോഴൊക്കെ. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ബേസലിലോട്ട് ഇടുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ചെത്തിയിടുന്നൊക്കെ ബേസലിലോട്ട് ഇടുന്നത് കറ വരാതൊക്കെ. അതുകൊണ്ട് സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രം, വലിയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ഇതൊക്കെ കറ വരും. അതാ ഒക്കെ ചെത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അല്ല ഇത് കുറച്ച് നമ്മൾ കുരു മറ്റു കാര്യങ്ങൾ വേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടാണ്. ഇത്രയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇത് ഉണക്കാനായിട്ട് ഇപ്പൊ നല്ല വെയിലുണ്ട്, പുറത്ത് നല്ല വെയിലാട്ടോ. അത്യാവശ്യം നമ്മളെ കളത്തിലെ കണ്ടില്ല, അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷേ ഈ വെയിൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. ഇത് വെയിലത്ത് ഇടുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴ വരും. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം, നമ്മൾ പുകയിൽ തന്നെ വെച്ച് ഉണക്കാം. നമ്മൾ പുകയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ അടുപ്പിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. അപ്പൊ അങ്ങോട്ട് തന്നെ എടുക്കാം. അപ്പൊ അതിനു വേണ്ടി ചെയ്യുന്നത് ഇതാ, ഞാൻ ഈ സംഭവം ഇതാ നമ്മൾ ഉണക്കാനുള്ള നാര് എടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ ഇത് കോർക്കാനുള്ള ഇതുപോലുള്ള നമ്മളെ ഇതിന്റെ തെങ്ങിന്റെ പച്ചപ്പട്ടന്റെ നാര കാണുന്നുണ്ടോ, ഇത് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതെങ്ങനെ എടുത്തതെന്ന് ചിലപ്പോൾ നിങ്ങൾ കാണും. നാര് എന്ന് പറയുമ്പോൾ ഇതാ നമ്മളെ പച്ചപ്പട്ടൻ 2 സൈഡൊക്കെ ഇഷ്ടം പോലെ തെങ്ങിന് ഇത് മട്ടൽ വീണിട്ടുണ്ട്. അപ്പൊ അതിന് ഇതാ പച്ചപ്പട്ടന്റെ ഇങ്ങനത്തെ നാര് നമ്മൾ ഇതുപോലെ ചീന്തിയെടുക്കും. നമ്മൾ കത്തിയിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചെത്തിയെടുക്കണം കേട്ടോ. ഇങ്ങനെ എടുക്കുന്നത് ഇതിപ്പോ നമ്മൾ വൃത്തിക്ക് എടുത്താണ് ഇങ്ങനെ എടുത്ത് ചീന്തി എടുക്കുന്നതിന്റെ നാരാണ് എടുക്കുന്നത്. ഈ നാര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കോർക്കുന്നത്. ഇതാ അതൊക്കെ അതിന് വേണ്ടി നാരെടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കുറച്ച് ഇങ്ങനെ ആക്കി വെച്ചത്. ഉമ്മ നേരത്തെ ഇങ്ങനെ വരുന്ന സമയത്ത് പട്ടേന്ന് ഇങ്ങനെ എടുത്തിട്ടാ. ഇതാ ഇങ്ങനത്തെ നാരുകൾ എടുത്തിട്ടുണ്ട്. ഈ നാരില് നമുക്കിനി ഇത് കോർത്തെടുക്കാം. കോർക്കാനൊക്കെ സിമ്പിൾ. ഇങ്ങനെ കുറച്ച് തൊണ്ട് കട്ടിയുള്ളത്, ഈ വലുതിനെ കുറച്ച് തൊണ്ട് കട്ടിയുള്ള, ചെറുത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അല്ല പഴുത്തത് കേട്ടോ, ചെറുതല്ല പഴുത്തത്. ഇപ്പൊ നമ്മളിങ്ങനെ ഏകദേശം ലെവലാക്കിയിട്ട് ഇങ്ങനെ നിർത്തും. നമുക്ക് കെട്ടാനുള്ള ഒരു ഭാഗം ഇവിടെ വെക്കണം കേട്ടോ. അതിനനുസരിച്ചിട്ട് കോർക്കുക. പിന്നെ ഇത് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ മുല്ലയൊക്കെ കോർക്കുന്ന പോലെ ഇങ്ങനെ കോർത്തിട്ട് പച്ച കോർക്കാൻ കുറച്ച് റിസ്ക് ആയിരിക്കും കേട്ടോ. പച്ചയ്ക്ക് കുറച്ച് ടൈറ്റ് വരും. അവിടെ നമ്മളിത് ചീന്തി പോയിട്ടുണ്ട്, നമ്മൾ കോർക്കാൻ വേണ്ടിയിട്ട് അത് പൊട്ടിച്ചോളെ. അപ്പം ഇനി പെട്ടെന്ന് ഒക്കെ ഒന്ന് കോർത്തെടുക്കട്ടെ. പഴുത്തതൊക്കെ നല്ല സോഫ്റ്റ് ഇതാണല്ല, പെട്ടെന്ന് പോകും. അത് മുറിഞ്ഞു പോകണം ശ്രദ്ധിക്കണം കേട്ടോ. ഓവർ പഴുത്തതിനെ കുറച്ച് സെൻറ്റർ ഇട്ട് കോർക്കണം, ഇല്ലെങ്കിൽ ഇതാ സെൻറ്റർ ഇല്ലെങ്കിൽ അവിടെ നിന്ന് മുറിഞ്ഞു പോകും. നമ്മൾ ആദ്യം വെച്ചവിടുന്ന് കറ വരും, അവിടെ ഇവിടെ താഴെ വെച്ചിട്ട് കൊട്ടയിൽ വെച്ച് ഇതുപോലെ കോർത്തിടുക. കൊട്ടയ്ക്ക് ഇങ്ങനെ കോർത്തിട്ടായി. മറ്റേ മേലെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇവിടെ തറയിലൊക്കെ കറ വരും. ഇതിന് കയ്യിലൊക്കെ നല്ല കറയുണ്ട്. പച്ച കുറച്ച് പണിയാണ്. അപ്പം മറ്റേത് പഴുത്തതിനും കുഴപ്പമില്ല, ഒരു മീഡിയം പഴുപ്പും പച്ചയും കുറച്ച് പണിയാണ്. നമുക്കിങ്ങനെ കുത്തുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു മാല ഇതാ ഒന്ന് ഇതുപോലെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാ ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഒരു ചെറിയ മാല വേറെയും കൂടെ കെട്ടാം. അപ്പോൾ നമ്മളെ മാല കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ 2 മാല, ഒരു വലിയ മാല ഒരു ചെറിയ മാല. പിന്നെ ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അടുപ്പിന് മുകളിൽ തട്ടിൽ അവിടെ തൂക്കിയിട്ടിട്ട് വേണം ഉണക്കാൻ. അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതാ നമ്മളെ താഴെ അടുപ്പുണ്ട്, അടുപ്പിന്റെ നേരെ മുകളിലാണ് നമ്മളിവിടെ ഒരു മരം വെച്ചിട്ട് ഇതുപോലെ ഇത് തൂക്കിയിടുന്നത്. ഇതാ ഇങ്ങനെ ഒന്ന് തൂക്കിയിട്ടു. ഇതാ രണ്ടാമത് ഇങ്ങനെ ഇതുപോലെ തൂക്കിയിടും. ഇതാ ഇവിടുന്ന് അടിയിൽ നിന്ന് കിട്ടുന്ന ചൂട് ഇങ്ങനെ ഇറക്കിയിട്ട് ഇത് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഇതിന്റെ മുകളിൽ വരെ തട്ട് കണ്ടോ, ഈ തട്ടിന്റെ മുകളിൽ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ഏകദേശം ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് ഉണങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ മാല പൊട്ടിച്ചിട്ട് ഇവിടെ പരത്തിയിടും. അങ്ങനെ പരത്തിയിട്ടതാ കുടംപുളി. ഉണങ്ങിയ കുടംപുളി ഇതൊക്കെ ഉണങ്ങിയതാണ്. ഇതൊന്നും കൂടെ നമ്മൾ
കുറച്ചുകൂടെ ഉണങ്ങിയിട്ട് അവിടെ തട്ടിൽ നിന്ന് എടുക്കും. അപ്പൊ ആവുന്നത് പോലെ തട്ടിൽ നിരത്തി വെക്കും. വേണ്ടില്ലേ? മഴക്കാലത്ത് നമുക്ക് ഉണക്കാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെ. വെയിലുണ്ടെങ്കിൽ ഒരാഴ്ച വെയിലത്തിട്ട് ഉണങ്ങും. നല്ല ചൂടുകൊണ്ട് പുകയും വരുന്നുണ്ട്. അപ്പം വെയിലാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണങ്ങി കിട്ടും. ഇതുപോലെ മഴക്കാലത്ത് അടുപ്പിന്റെ മുകളിൽ ഇതുപോലത്തെ തട്ടുകൾ കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാണ് ഞങ്ങൾ കുടംപുളിയൊക്കെ ഉണക്കിയെടുക്കുന്നത്.